ചിരിക്കടാ, ചിരിക്ക്, നന്നായിട്ട് ചിരിക്ക്. നീ 2 വർഷമായിട്ട് പ്രീതിയുടെ പിന്നാലെ നടക്കുന്നു. ഇഷ്ടമല്ലാത്ത പെണ്ണിന്റെ പിന്നാലെ എന്തിനാടാ വെറുതെ നടക്കുന്നത്? പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെന്നാണ് അർത്ഥം. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലെന്നും. അങ്ങനെയാണോ? അപ്പോ ആന്റിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്നാ പറയുന്നത്. അപ്പൊ ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞതേ പെണ്ണുങ്ങളെ പറ്റിയാടാ, ആന്റിമാരെ പറ്റിയല്ല. ഓ, എന്തോ ആവട്ടെ. എടാ പെൺകുട്ടികളെ, പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നാ ആന്റിമാരാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പ്രേമിക്കുന്നത്. അത് ശരി. അതാരെങ്കിലും കല്യാണം കഴിച്ചാൽ നമുക്കെന്താ? അവരെന്നെ മാത്രം നന്നായിട്ട് ലവ് ചെയ്താ മതി മച്ചാ. നീ എന്നെ നോക്കിയില്ലേ? മോളെ പ്രീതി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ചേച്ചി സുഖായിരിക്കുന്നു. ഹായ് കുട്ടി, വാവ എവിടെ വന്നിരിക്കുന്നെ? ആരാ വാവനെ എടുത്തിരിക്കുന്നെ? ചേച്ചി, ഞാനൊരു സത്യം പറയട്ടെ, ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ഏറ്റവും സുന്ദരി ഇവളാ. ചേച്ചി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ചേച്ചിയോട് എല്ലാം തുറന്നു പറയണം. ഇവിടെ ഞാൻ മാത്രമുള്ള സമയത്ത് അച്ഛൻ ഡെയിലി കുടിക്കും. അമ്മ മരിച്ചു പോയതിനു ശേഷമല്ലേ അച്ഛൻ കുടിക്കാൻ തുടങ്ങി? കുടിച്ച് പോയി അമ്മ തിരിച്ചു വരൂ. ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോ ഒരുപാട് മാറിപ്പോയി. ചേച്ചി ഇതിനു മുമ്പ് എത്ര സ്ട്രേറ്റ് ഫോർവേഡും ആക്റ്റീവ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് എങ്ങനെയാണോ ഇരിക്കുന്നത്, കല്യാണത്തിന് ശേഷം അവൾ അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ആ പെണ്ണ് സന്തോഷമായിട്ട് ഇരിക്കുവാണെന്ന് അർത്ഥം. അപ്പൊ ചേച്ചിക്ക് സന്തോഷമില്ലെന്നാണോ? കഷ്ടപ്പെടാതെ ഇരിക്കുന്ന സന്തോഷമാണെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. ചേട്ടൻ ചേച്ചി നന്നായിട്ട് നോക്കുന്നില്ലേ? നമ്മുടെ ലൈഫിലെ റിയാലിറ്റി കൂടാതെ 10% ഫാന്റസി കൂടെ ഉണ്ടാവും. പാഷൻ, എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന അത്രയും തന്നെ ഉണ്ടായിരിക്കണം. നമ്മുടെ കഷ്ടപ്പാട് മാത്രമല്ല, അവരുടെ കഷ്ടപ്പാട് സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നവര് കൂടി ആയിരിക്കണം. നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ നമുക്ക് സന്തോഷം കിട്ടണം. അതുപോലെ അവര് ബുദ്ധിമുട്ടിലുള്ളപ്പോ നമ്മുടെ മടിയിൽ അവര് തലവെച്ച് കിടക്കുമ്പോ അവർക്കും സന്തോഷം കിട്ടണം. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കണം. നമുക്കൊരു പനി വരുമ്പോ നമ്പർ 1 ഡോക്ടറിന്റെ അടുത്ത് പോയൊരു സന്തോഷം കിട്ടണം. പക്ഷേ അവര് നമ്മുടെ അടുത്തിരുന്ന് ടാബ്ലറ്റ് തരുവാണെങ്കിൽ അതിലും സന്തോഷമായിരിക്കില്ലേ? ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ട് നമ്മുടെ കൂടെ തന്നെ അവരെപ്പോഴും ഉണ്ടായിരിക്കണം. 4 പേരുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ നടക്കണം. അന്തസ്സോടെ നടക്കുന്നത് നമ്മൾ കാണണം. വരുൺ വരുന്നുണ്ടടി. പാവം, വട്ടുപിടിച്ചവൻ പിന്നെയും ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കുക. പാവാടി. ലതാ, ഞാൻ കടയിൽ പോയിട്ട് വരാം. ശരി. അയ്യോ, എന്തു പറ്റി നിങ്ങൾക്ക്? അച്ഛാ, വരുൺ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നത്തിങ് ടു വറി. ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു. പരിഭ്രമിക്കാനായിട്ടൊന്നുമില്ല. പ്രധാനമായിട്ടും അങ്ങേര് ടെൻഷൻ അടിക്കാതെ നോക്കണം. വീണ്ടും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് കേട്ടോ. താങ്ക്സ് ഡോക്ടർ. അമ്മ ടെൻഷൻ അടിക്കില്ലേ, ഒന്നും ആവില്ല. ലോസ് ഓഫ് ഡിമിനിഷൻ, മാർജിനൽ യൂട്ടിലിറ്റി. ഇത് എക്കണോമിക്സിൽ വലിയ പ്രധാനപ്പെട്ട പാഠാ. ഒരു എക്സാമ്പിൾ, 1 സ്പൂൺ ഷുഗർ കഴിച്ചാ മധുരായിട്ട് വളരെ നന്നായിരിക്കും. അതിനുശേഷം 2 സ്പൂൺ കഴിച്ചാ ഇരട്ടി മധുരാവും. പിന്നെയും പിന്നെയും ഒരുപാട് കഴിച്ചാൽ അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. പ്രീതി, എന്താ ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ എന്തിനാ മൊബൈൽ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ പുറത്തു പോ. നിങ്ങളുടെ ഫ്രണ്ടിന് എന്ത് പറ്റി? ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അത് വരുണിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്കാ.
ചെറുതാ, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് എന്നോട് അവന് പറഞ്ഞാൽ എന്താ? അവ അങ്ങനെയാ, ആരടുത്തൊന്നും പറയില്ല. എന്നോട് പറയാലോ. ഞങ്ങളൊക്കെ ക്ലോസ് ഫ്രണ്ട്സാ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കാര്യം വളരെ കൂളായിട്ട് അവൻ പറഞ്ഞു. അവനൊരു വിഷമവുമില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. പ്രീതി, നീ വീട്ടിലോട്ട് പോയിക്കോ. വന്നോട്ടെ, ഞാൻ വിളിക്കാൻ പറയാം. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇടയ്ക്ക് ഓടിപ്പോവാൻ നിനക്ക് ഇത്രയ്ക്ക് ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? കൂടുതൽ ഡയലോഗ് വേണ്ട. ഉടുതുണിയില്ലാതെ ഈ റോട്ടിൽ കൂടെ ഓടി നടക്കുന്ന നിന്റെ കാര്യം അഹങ്കാര സംസാരത്തിൽ കാണിക്കല്ലേ, കളിയിൽ കാണിക്കടാ. ഞാൻ സിൻസിയറായിട്ട് കളിച്ചാലേ നിനക്ക് പേടിയല്ല. നീയൊക്കെ എന്നെ മുമ്പിൽ പോലും വരാൻ ഭയം. നമുക്ക് നോക്കടാ, ആരെ വേണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ബെറ്റ് 700 പറ്റില്ല, 7000 വേണം. നീ വലിയ കാര്യത്തിൽ ഡയലോഗ് അടിച്ചതല്ലേ, നീ ആണാണെങ്കിൽ ബെറ്റ് വെക്കടാ. 7000. വെറും 7000? ഇന്നാ പിടിച്ചോ റിങ്. 17000. ഞങ്ങൾ ജയിച്ചാ 7000, നിങ്ങൾ ജയിക്കുവാണെങ്കിൽ 17000. ദാ വരുൺ, നിനക്ക് ഫോൺ അർജന്റാ. ആരടാ? പ്രീതി, ആ പറയ്. എനിക്ക് നല്ല പനി വന്നു. അയ്യോ എന്തുപറ്റി? എനിക്ക് നിന്നെ കാണണം. മാച്ചിനിടയിലാണല്ലോ. എനിക്ക് കാണണം. ഏയ് ഞാൻ മാച്ചിനിടയിലാന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിന്നെ കാണണം. പ്രീതി വാശി പിടിക്കില്ലേ? നീ ഒരു ടാബ്ലറ്റ് കഴിക്ക്, ഞാൻ വൈകുന്നേരം വന്ന് കാണാം. നീ വന്നാല് ടാബ്ലറ്റ്. പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ഞാൻ പാർക്കിൽ വെയിറ്റ് ചെയ്യും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. ഹലോ ഹലോ പ്രീതി. ഹായ്. ഓക്കെ അല്ലേ? എന്നോട് നിനക്ക് റൊമാൻസ് വരുന്നില്ലേ? എന്താ? ആ എനിക്ക് പനി വന്നില്ലേ? റൊമാൻസ് ചെയ്താ പനി മാറിപ്പോവില്ലേ? മോൾക്ക് വയ്യാതായോ? പനി വന്നോടാ? എന്തിനാ വന്നത്? അറിയില്ല. ഓ പനിയൊക്കെ ഇപ്പൊ മാറും കേട്ടോ. ഞാൻ ഒരു ഉമ്മ തരാലോ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഒരുപാട്. നീ ഹാപ്പി ആയി, സോ ഞാനും ഹാപ്പി. അവിടെ ഫ്രണ്ട്സ് ഇപ്പൊ മാച്ച് തോറ്റിട്ടുണ്ടാവും. സാരമില്ല, ഫ്രണ്ട്സ് അല്ലേ, മാനേജ് ചെയ്തോളൂ. നിനക്ക് പനി വന്നിട്ടല്ലേ? ഞാൻ വന്നാലേ ടാബ്ലറ്റ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ വന്നല്ലോ. നീ ഹാപ്പി, സോ ഞാനും ഹാപ്പി. അവിടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ വിശ്വസിച്ച ബെറ്റ് കിട്ടിയത്. തോറ്റിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, ഫ്രണ്ട്സ് അല്ലേ, മാനേജ് ചെയ്തോളൂ. പിന്നെ എന്തിനാ വന്നേ? നീയല്ലേ പറഞ്ഞത്? സ്നേഹമില്ല നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഞാന് ശരിക്കും മണ്ടി നിന്റെ മടിയിൽ തല വെച്ച് കിടക്കാൻ ആഗ്രഹിച്ചു. ശരി, അതൊക്കെ പോട്ടെ. ഇനി ഒന്നിന്റെ ആവശ്യമില്ല. നീ ഇല്ലെങ്കിൽ മാച്ച് ജയിക്കില്ല അല്ലേ? ചെല്ലേ, നിന്റെ മാച്ച് പോയി നോക്ക്. ആ മാച്ച് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവൂടി. വെറുതെ അവളെ ഹേർട്ട് ചെയ്തല്ലോ ഞാൻ. നാളെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും ഇത് ക്ലിയർ ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ പ്രീതി.
ആരാടാ നീ? ഇവിടെ എന്താടാ ചെയ്യുന്നേ? ചോദിക്കാൻ നീ ആരടാ? എന്താണേലും നിനക്കെന്താ? പോലീസിനടുത്ത് വെറുതെ കളിക്കല്ലേ? അതിന് ഞാനും ചെയ്തില്ലല്ലോ, വെറുതെ സംസാരിച്ചിരിക്കായിരുന്നില്ല. അത്രയ്ക്ക് രഹസ്യം പറയാൻ എന്താണ് ഉള്ളത്? ഏയ് മര്യാദയ്ക്ക് സംസാരിക്കും. എന്താടാ നിനക്കെന്താണ് ഇത്ര വലിയ മര്യാദ? പോലീസ് തൊഴിലില് പുതിയതാണ്. വീട് എവിടാ നിന്റെ? റേറ്റ് എത്രയാടി നിന്റെ? പോലീസാന്നുള്ളതാണ്ടാ വെറുതെ വിടുന്നു. ഇല്ലെങ്കിൽ നീ എന്തിയോടാ? പ്ലീസ് വിട്ടേക്ക്, ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സാ. ഫ്രണ്ട്സാ? എന്ത് ഫ്രണ്ട്സ്? ഇവനെ പറ്റി അറിയില്ലേ മോളെ നിനക്കൊന്നും? എവിടെ കൈവച്ചിരുന്നെന്ന്? നിന്റെ അച്ഛന്റെ പേരെന്താ? അങ്ങേർക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? അല്ലാതെ അങ്ങേര് തന്നെ നീ ഇങ്ങോട്ട് അയച്ചതാണോ? പ്രശ്നം നീ വഷളാക്കണ്ട സർ. വിട്ടേക്ക് സർ, ഞങ്ങൾ പോയിക്കോളാം പ്ലീസ്. നീ വാടാ, നീ വാ. എടി അങ്ങോട്ട്. നീ ആണാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിനക്ക് 3 മിനിറ്റ് മതി. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, നീ 3 വർഷം അകത്ത് കിടക്കും. 3 നിമിഷം തന്നെ ധാരാളമാടാ. നിന്നെ പോലെ ഒരു ഊളക്കെ ഞാൻ കാണിച്ചു തരാം ആരാണെന്ന്. സാർ പ്ലീസ് സാർ, വേണ്ട സാർ. എടാ കൂട്ടിക്കൊണ്ട് പോടാ. പോ, നീ പോടാ. നീ പ്രീതിയെ കൊണ്ടുപോ. വേം പോ പ്ലീസ്, പോടാ. കേറ് വണ്ടിയില്ലേ? അങ്കിൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. എന്റെ മോളാണെന്ന് ഞാൻ നോക്കില്ല. ആ ചേച്ചി, നിങ്ങളടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അർജന്റായിട്ട് ആ പയ്യനെ കൂട്ടിയിട്ട് വാ. ഹലോ പ്രീതി, അയ്യോ ഓക്കെ? No, I'm not okay. എന്താ എന്റെ പറ്റി? മാമന്റെ കൂടെ നിശ്ചയം ഫിക്സ് ചെയ്യോ? കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും ചെയ്യാന്നേ. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. എന്റെ അച്ഛനെ നിനക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിപ്പോ എന്താ ചെയ്യാ? നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. പ്രീതി നിനക്ക് തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി പറയോ? നീ വന്ന നമ്മുടെ കല്യാണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. ആ പ്രീതി, ബസ് നമ്പർ എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ നിന്നെ കൊന്നു കുഴിച്ചു മുടാം. വീണ്ടും പറയാ, തന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയ താൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊന്നുകളയും. ആ നിമിഷം അവന്റെ കണ്ണില് എന്റെ മോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. അവന്റെ വിഷമം കൊണ്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടി വന്നു. ഞാനിനി അവനെ തെറ്റിദ്ധരിച്ചാണോ എന്നറിയാൻ എൻക്വയറി നടത്തി. എടാ എണീറ്റ് പോടാ. പ്രീതി എവിടെ? അമ്മേ,
പ്രീതിക്ക് എന്താ പറ്റി? നടന്നു മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പ്രീതിക്ക് എന്താ പറ്റിയെന്ന്? നിന്നോട് കൈ എടുത്ത് കൂപ്പോ, വാ വീട്ടിലേക്ക് പോവാം. പ്രീതി എവിടെയാ? അവക്ക് എന്താ സംഭവിച്ചെന്ന് പറ. ഓ സുധാകർ, നിങ്ങളുടെ മോനെ വിളിച്ചു കൊണ്ടുപോ. പ്രീതി എവിടെയെന്ന് എനിക്കറിയാം. ഇതൊക്കെ തന്റെ ഡ്രാമയാന്ന്. എന്താ ചെയ്തേ? പ്രീതി എന്താ ചെയ്തെന്ന്? പ്രീതിക്ക് എന്താ സംഭവിച്ചെന്ന്? ഓടിപ്പോയടാ. നിന്നെ എന്നെയും പറ്റിച്ച് വേറൊരുത്തന്റെ കൂടെ, നിന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. 18 വർഷമായി നോക്കി വളർത്തിയ എന്നെയും 18 മാസം പ്രേമിച്ച് നടന്ന നിന്നെയും കുപ്പയിലെ വേസ്റ്റ് കളയുന്ന പോലെ എറിഞ്ഞിട്ട് പോയടാ. നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലേ? എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഹ. ഒരു പയ്യൻ അവന്റെ പ്രേമത്തെ എന്തോ ഒരു ആത്മാർത്ഥത കാണിച്ചോ, അതുപോലെ ഒരു മോളോട് അത്രയും ആത്മാർത്ഥത കാണിക്കും. അവസാനം എന്തായി? ഓടിപ്പോയി. ഫസ്റ്റ് ടൈമിലെ എന്റെ ജീവിതത്തിലെ വിശ്വാസം മുഴുവൻ പോയടാ. പറഞ്ഞു കൊടുക്കടാ അവനെ. അതേടാ, അവൻ നമ്മളെ ചതിച്ചിട്ട് പോയടാ. നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെയാടാ അവൻ ചെയ്തത്. അവൻ അതിനെപ്പറ്റി ഒരു വിഷമമില്ല, അതൊരു പ്രശ്നമല്ല. ഡാ, ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിൽക്കില്ലെന്ന്. ഡാ, ചെറിയ പ്രശ്നങ്ങളെല്ലാം ഊതി വലിയ പ്രശ്നമാക്കിയടാ. ക്രിക്കറ്റ് മാച്ച് നിന്നെക്കാളും വലുതാണോ? എന്താ നിനക്ക് ഇത്ര വില അവൻ കൽപ്പിക്കുന്നല്ലോ? നിന്നെ പോലുള്ള ഗേൾ ഫ്രണ്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മാച്ചല്ല, എക്സാം ഹാളിൽ നിന്ന് വരെ ഞാൻ ഇറങ്ങി വന്നേനെ. ഡേ, പ്രോബ്ലം അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് സൊല്യൂഷൻ അവൻ തന്നെ പറഞ്ഞു. എങ്ങനെയുണ്ടടാ മോനെ? നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഹലോ അങ്കിൾ, 10 മിനിറ്റിൽ മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീതിയെ അവന്റെ ലവറിന്റെ കൂടെ കാണാം. വീട്ടില് കല്യാണം ആലോചിച്ചപ്പോ അവൾ ആലോചിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. എന്റെ മാമന്റെ കൂടെ എന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ആ വരുണ് പോലീസിന്റെ അടുത്ത് തട്ടിക്കയറുന്ന കണ്ടില്ലേ? ലൈഫ് ലോങ് അവനോട് എങ്ങനെ ജീവിക്കുന്നത്? സീനു, യു ആർ മൈ ലവ്ലി ഫ്രണ്ട്. നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മാത്രമല്ല, ആദ്യം തൊട്ട് ഞാൻ ഇഷ്ടമായിരുന്നു. പ്രതീക്ഷിക്കുന്നെല്ലാം വരുണിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലായി. നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ സ്നേഹിക്കുക മാത്രമല്ല, നിനക്കൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോ. ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എന്താ ചെയ്യണ്ടേ? വരുണിന് ഫോൺ ചെയ്യും. അവനെ ഒന്നും വെറുതെ വിട്ടാ ശരിയാവില്ലടാ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് കഷ്ണ കഷ്ണായിട്ട് വെട്ടി മുറിക്കണോടാ. അപ്പോഴേ എന്റെ മനസ്സ് ശാന്താവൂടാ. അവൾ എന്നെ പറ്റിച്ചതിനേക്കാളും ഇനി ഞാൻ എന്നെ പറ്റിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ ജീവൻ പോകുന്ന പോലെ ഉണ്ടതാ. അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയടാ ഞാൻ. അവളെ ചതിക്കുന്ന ആലോചിക്കുമ്പോ മരിച്ചു പോകുന്ന പോലെ തോന്നണം. എന്താണ് നീ കാണിക്കുന്നത്? എന്താടാ?